പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. നഗരഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന വസ്ത്രവ്യാപാരശാലയിൽ തീപിടുത്തം, 1.5 കോടിയുടെ നഷ്ടം. ഇരിങ്ങാലക്കുട ഢാണ ചന്തകുന്ന് റോഡിൽ ബിഷപ്പ് ഹൗസിന് എതിർവശത്ത് സെന്റ് തോമസ് കത്തീഡ്രൽ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്മിതാസ് സാരീസ് ആൻഡ് റെഡിമെയ്ഡ്സിലാണ് തീപിടുത്തമുണ്ടായത്. നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ചൊവ്വാഴ്ച രാത്രി ടൈൽസ് ഒട്ടിക്കുന്ന പണികൾ നടക്കുന്നതിനിടയിലാണ് 11 മണിയോടെ അപകടമുണ്ടായത്. അപായ സൈറൻ മുഴങ്ങിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മുകളിലത്തെ നിലയിൽ നിന്നും പുക ഉയരുന്നത് കണ്ടത്. ഉടൻ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് അഗ്നിരക്ഷാ സേനയെ വിവരമറിയിക്കുകയായിരുന്നു. ഇരിങ്ങാലക്കുട അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നുള്ള സംഘം എത്തി തീയണയ്ക്കുന്നതിനിടയിൽ കൊടുങ്ങല്ലൂർ, മാള, ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്നും അഗ്നിരക്ഷാ സേന കൂടി എത്തിയാണ് 4 മണിക്കൂർ പ്രയത്നത്തിനൊടുവിൽ തീയണച്ചത്. പുലർച്ചെ 3 മണിയോടെയാണ് തീ പൂർണ്ണമായും അണച്ചത്. തീയും പുകയും നിറഞ്ഞതോടെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത നിലയിലായിരുന്നു. കടയുടെ മുകളിലത്തെ നില ഏകദേശം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. സമീപത്തെ കടകളിലേക്ക് തീ പടരാതിരുന്നത് ആശ്വാസമായി. കടയുടെ മുകളിലത്തെ നിലയിലെ AC-യുടെ ഭാഗത്തു നിന്നുമാണ് തീ ആദ്യം പടർന്നത്. പിന്നീട് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ താഴത്തെ നിലയിലെ വസ്ത്രങ്ങളും മുകളിലത്തെ നിലയിലാണ് സൂക്ഷിച്ചിരുന്നത്. മുകളിലത്തെ നിലയിലെ സാരി വിഭാഗവും സീലിംഗും ഇലക്ട്രിക് ഉപകരണങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചു. 1.5 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനമെന്ന് കടയുടമ കൃഷ്ണാനന്ദ ബാബു പറഞ്ഞു. ഇരിങ്ങാലക്കുട അഗ്നിരക്ഷാ നിലയത്തിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ MN സുധന്റെ നേതൃത്വത്തിൽ ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ KC സജീവ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ CT ലൈജു, KR സുജിത് KS, അക്ഷയ് KA, ഹോം ഗാർഡുമാരായ രാജു MA, ലിൻസോ പൗലോസ്, ജോസ് KR എന്നിവർ പങ്കെടുത്തു. മൂന്ന് മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയെ പിറ്റ് NDPS നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു. മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും വിൽപ്പന നടത്തിയ കേസുകളിലെ പ്രതിയായ കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മേലൂർ കുന്നപ്പള്ളി ദേശത്ത് പനങ്ങാടൻ വീട്ടിൽ 26 വയസ്സുള്ള അഭിനവ് ബിനോയിയെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതിയെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ എത്തിക്കും. മയക്കുമരുന്ന് കേസുകളിൽ ഒന്നിലേറെ തവണ അറസ്റ്റിലാകുന്നവരെയും ഇവരെ സാമ്പത്തികമായി വിചാരണ കൂടാതെ ജയിലിൽ കരുതൽ തടങ്കലിൽ വെക്കുന്നതിനുള്ള നിയമമാണ് പിറ്റ് NDPS. അഭിനവ് കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്താൻ സൂക്ഷിച്ച 1.155 കിലോ കഞ്ചാവുമായി അറസ്റ്റിലായ കേസിലും പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 3.660 കിലോ കഞ്ചാവുമായി അറസ്റ്റിലായ കേസിലും അങ്കമാലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഞ്ചാവുമായി അറസ്റ്റിലായ കേസുമടക്കം 3 കേസുകളിൽ പ്രതിയാണ് അഭിനവ്.
വിവേചനങ്ങൾക്കെതിരെ സാംസ്കാരിക പ്രതിരോധം വേണമെന്ന് KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ. മുൻ മന്ത്രിയും KPMS സ്ഥാപക നേതാവുമായ PK ചാത്തൻ മാസ്റ്ററുടെ 38ാമത് ചരമവാർഷിക ദിനാചരണം മാപ്രാണത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാൻ കഴിയാത്ത ജീർണതകളും വിവേചനങ്ങളും സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലകളിൽ സാർവത്രികമാകുകയാണ്. ഇതിനെതിരെയുള്ള പോരാട്ടങ്ങൾക്കാണ് ചാത്തൻ മാസ്റ്റർ നേതൃത്വം നൽകിയത്. പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഉജ്ജ്വല സമരമായിരുന്നു കൂടൽമാണിക്യം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കുട്ടംകുളം സമരം. ക്ഷേത്ര പരിസര വഴികളിലെ സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു സമര ലക്ഷ്യമെങ്കിൽ ജാതീയമായ ബഹിഷ്കരണത്തിന്റെ വേദിയായി ക്ഷേത്രത്തിന്റെ അകത്തളങ്ങൾ പോലും മാറുന്ന സ്ഥിതിയാണ് ഇന്നുള്ളത്. ചാത്തൻ മാസ്റ്ററുടെ പരിഷ്കരണ പ്രതിരോധ ആശയങ്ങൾ ഇന്ന് കൂടുതൽ പ്രസക്തമാണെന്ന് പുന്നല ശ്രീകുമാർ ചൂണ്ടിക്കാട്ടി. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് A. സനീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PA അജയ് ഘോഷ്, അഖിൽ K. ദാമോദരൻ, ശാന്ത ഗോപാലൻ, TA വേണു, PN സുരൻ എന്നിവർ പ്രസംഗിച്ചു. സാമൂഹികമായ അസമത്വങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നതിനും അതിനെ പ്രതിരോധിക്കുന്നതിനും വേണ്ടി മാഷ് നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ കേരളത്തിൻ്റെ ചരിത്രം കൂടിയാണ്. മാഷ് എന്തിനെല്ലാം എതിരെയാണോ പ്രതികരിച്ചത്, എന്തിനു വേണ്ടിയാണോ പ്രവർത്തിച്ചത്, അത്തരം സാഹചര്യങ്ങളെല്ലാം ഇന്നും നിലനിൽക്കുന്നു എന്നാണ് വർത്തമാനകാല സംഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. മാഷിൻ്റെ പോരാട്ടങ്ങളിൽ ഉജ്ജ്വലമായി നിൽക്കുന്ന കൂടൽമാണിക്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ, ഞാൻ വർത്തമാനകാല സാഹചര്യം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഈ ക്ഷേത്ര സംബന്ധിയായി തന്നെ ഇപ്പോൾ നിൽക്കുന്ന കേരളീയ സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങളും വിവേചനങ്ങളും എല്ലാം നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് 38 വർഷം പിന്നിടുമ്പോഴും മാഷ് നടത്തിയ പ്രതിരോധങ്ങളും പോരാട്ടങ്ങളും ഇന്നും തുടരേണ്ടുന്ന സാഹചര്യം കേരളത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് കേരളം പോലെ സാംസ്കാരിക ഔന്നത്യമുള്ളൊരു സംസ്ഥാനത്തിന് യോജിച്ച കാര്യമല്ല. അതുകൊണ്ട് ഇതെല്ലാം ഓർമ്മപ്പെടുത്തുന്നത് 3 പതിറ്റാണ്ടുകൾക്കിപ്പുറവും ഈ മാഷിൻ്റെ അനശ്വര നിശബ്ദത നമ്മളോട് പറയുന്നത് ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾക്കും പ്രതിരോധത്തിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. മുൻ മന്ത്രിയും സാമൂഹ്യ പരിഷ്കർത്താവും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന PK ചാത്തൻ മാസ്റ്ററുടെ ചരമവാർഷിക ദിനം ആചരിച്ചു. CPI ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും നടന്നു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം TK സുധീഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. CPI മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം P മണി, മുതിർന്ന നേതാവ് K ശ്രീകുമാർ, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KK ശിവൻ, KS ബൈജു, VR രമേശ് എന്നിവർ പ്രസംഗിച്ചു. ഉജ്ജ്വല നക്ഷത്രമാണ് സദൗ PK ചാത്തൻ മാസ്റ്റർ. അധസ്ഥിത ജനവിഭാഗങ്ങളുടെ മോചനത്തിനു വേണ്ടി കേരളത്തിൽ ഉയർന്നു വന്ന വിമോചന പോരാട്ടങ്ങളിൽ അതിൻ്റെ മുൻപന്തിയിൽ നിന്ന ചാത്തൻ മാഷ് നമ്മുടെ ഈ പ്രദേശം കേരളത്തിന് സംഭാവന നൽകിയ ഏറ്റവും ഉജ്ജ്വലരായിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ അംഗം എന്നുള്ള നിലയിൽ, ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹം കാഴ്ചവെച്ച അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം, അതുപോലെ തന്നെ പൊറത്തിശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, BDC ചെയർമാൻ, ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ, ഇങ്ങനെ തുടങ്ങി നിരവധിയായ പദവികൾ അദ്ദേഹം ഭരണരംഗത്ത് അദ്ദേഹം വഹിക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം,
നവോത്ഥാന പോരാട്ടങ്ങളിൽ അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്കാണ്. അധസ്ഥിത ജനവിഭാഗങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ട് എക്കാലത്തും അദ്ദേഹം അക്ഷീണം പോരാടി എന്നുള്ളതെല്ലാം തന്നെ നമുക്കറിയാവുന്ന കാര്യം. മുൻ മന്ത്രിയും സാമൂഹ്യ പരിഷ്കർത്താവും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന പി കെ ചാത്തൻ മാസ്റ്ററുടെ ചരമവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് CPI പൊറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ പൊതുസമ്മേളനം CPI സംസ്ഥാന നിർവാഹക സമിതി അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PR രാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ TK സുധീഷ്, K ശ്രീകുമാർ, PC രഘു, PC രാജീവ്, അൽഫോൻസ തോമസ് എന്നിവർ പ്രസംഗിച്ചു. അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്തേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ ജീവിതം 1920 ജനിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതം ഒരു വലിയ പോരാട്ടത്തിന്റെ കഥ പറയുന്ന ജീവിതമാണ്. സ്വാഭാവികമായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു അധസ്ഥിത ജനവിഭാഗത്തിൽ നിന്നും ജനിച്ച എല്ലാവരും നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഇതുപോലെ തന്നെയാവും. ചാത്തൻ മാഷയുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി ജീവിതകാലം മുതൽ തന്നെ സംഘടനാ പ്രവർത്തനവും പൊതുപ്രവർത്തനമായിട്ട് നടന്ന അദ്ദേഹത്തിന് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനായിട്ട് അദ്ദേഹം വളർന്നത് പോരാട്ടങ്ങളിലൂടെയാണ്. നമ്മൾ ഇന്ന് കാണുന്ന കേരളത്തിന്റെ ഒരു രീതിയല്ല. പിന്നെ നേരത്തെ രഘു സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഉണ്ടായൊരു സംഭവം ഇന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തപ്പെട്ടപ്പോൾ ഇന്ന് കേരളം മുഴുവൻ അത് വലിയ ചർച്ചാ വിഷയമാണ്. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോഴും അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി നേരിടേണ്ടി വന്നിട്ടുള്ള അവഹേളനം, ബോഡി ഷെയ്മിങ്, അയാൾ നേരിട്ട അപമാനം ഒക്കെ സഹിക്കാൻ പറ്റാണ്ടാണ് അദ്ദേഹം ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവം ഉണ്ടായപ്പോൾ കേരളം മുഴുവൻ അതിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. പക്ഷേ ചാത്തൻ മാഷ് ജനിച്ച കാലഘട്ടവും ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത്തരം അവഹേളനങ്ങളൊക്കെ സമൂഹത്തിന്റെ ഒരു ഭാഗമായി ഔപചാരികമായി നിലനിന്ന ഒരു കാലമാണ്. ഉച്ചനീചത്വങ്ങൾ ഏറ്റവും ശക്തമായി സാമൂഹ്യ ഘടനയുടെ ഭാഗമായി അംഗീകരിക്കപ്പെട്ടൊരു കാലം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം തന്ത്രി കുടുംബാംഗം താണിശ്ശേരി കിടങ്ങശ്ശേരി തരണനല്ലൂർ ഇല്ലത്ത് കൃഷ്ണനുണ്ണി നമ്പൂതിരിപ്പാട് അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. പാലക്കാട് മനക്കൽ സാവിത്രി അന്തർജനം ഭാര്യയും ജയകൃഷ്ണൻ, രേവതി എന്നിവർ മക്കളുമാണ്. ശ്രീദാസ് നമ്പൂതിരി, ഭവ്യ എന്നിവർ മരുമക്കളാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.